അകമ്പാടി പുറമ്പാടി എന്നുള്ളത് എന്റെ രണ്ടാമത്തെ ചെറുകഥാ സമാഹാരമാണ്. ആദ്യത്തെ പുസ്തകമായ പോത്താനിക്കാട്ടിലെ പെണ്ണുങ്ങൾക്ക് ശേഷം കിട്ടിയ അംഗീകാരവും വായനക്കാരുടെ പ്രതികരണവുമാണ് എന്നെ ഈ പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചത്. ഞാനൊരു വിദേശ മലയാളിയാണ്. അപ്പൊ ഒരു വിദേശ മലയാളിക്ക് കിട്ടുന്ന ഈ അംഗീകാരം കണ്ടപ്പോൾ കേരളത്തിലെ വായനക്കാരോട് ഞാൻ ഇനിയും ഒരു കഥ എഴുതിയില്ലെങ്കിൽ ഞാൻ അന്യായം ചെയ്തുകൊണ്ട് തോന്നി. മാത്രമല്ല എന്റെ മനസ്സിലെ കുറച്ച് ചിന്തകള് പകർത്തി എഴുതാൻ നമ്മൾ സംസാരിക്കുന്നതിലും നല്ലത് കഥകളിലൂടെ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് കേൾക്കാൻ ഒരു കൗതുകം തോന്നും. ആ കൗതുകം എന്നാൽ സാധിക്കുന്നിടത്തോളം ഞാനത് ഇതിനകത്ത് ചിത്രീകരിച്ചു എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. പിന്നെ അകമ്പാതി പുറമ്പാതി എന്ന പേര് ഉള്ള ഒരു കഥ ഇതിനകത്തുണ്ട്. നമ്മള് സമൂഹത്തില് ചില പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സൈക്കോപാത്ത്, നാർസിസിസം, സോഷ്യോപാത്ത് എന്നുള്ള ചില ചിന്തകള് നമ്മുടെ സമൂഹത്തിന് എത്രമാത്രം അറിവുണ്ടെന്ന് എനിക്കറിയില്ല. അതിനൊരു ചെറിയ രീതിയിൽ ആ ഒരു സ്വഭാവ വിശേഷം ചെറിയ രീതിയിൽ കാണിക്കുന്ന ഒരു കഥയാണത്. ഞാൻ കഥകളെ പറ്റി കൂടുതൽ പറയുന്നില്ല, കാരണം കഥകൾ നിങ്ങളോട് സംസാരിക്കട്ടെ. അത് സംസാരിക്കുമ്പോഴാണല്ലോ അതിന്റെ ഒരു ഭംഗി. പിന്നെ വായനക്കാരന് അവരുടേതായ ഭാവനകൾ ചേർത്ത് ആ കഥ വായിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ നിങ്ങൾ വായിച്ച് നിങ്ങളുടെ ചിന്തകളിലൂടെ എന്നെ അറിയിക്കുമ്പോൾ അടുത്ത കഥ എഴുതാനുള്ള, അടുത്ത കഥാ സമാഹാരം എഴുതാനുള്ള പ്രചോദനം കൂടിയാവും എനിക്ക്. പിന്നെ പുസ്തകത്തിന്റെ കവർ ഡിസൈനിനെ പറ്റി ആളുകൾ എന്നോട് ചോദിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെയിന്ററാണ് പാബ്ലോ പിക്കാസോ. അദ്ദേഹത്തിന്റെ പല പെയിന്റിങ്സിലും ഒരു ഡ്യുവാലിറ്റി കാണാം. ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞാല് ആളുകളുടെ നമ്മുടെ പേഴ്സണാലിറ്റി, സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് ചിന്തിച്ചു കൊണ്ട് വരയ്ക്കുന്ന കുറെ ചിത്രങ്ങളാണ് പാബ്ലോ പിക്കാസോയുടെ ഡ്യുവാലിറ്റി നേച്ചറുള്ള ചിത്രങ്ങള്. നിങ്ങൾ ഗൂഗിൾ ചെയ്തു ഒക്കെ അറിയാം. ആ രീതിയിലുള്ള ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ആ ഡുവൽ ഫേസ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ എന്റെ മനസ്സിൽ വന്ന വേറൊരു തോട്ടം എന്ന് പറഞ്ഞാല് ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴേ നമ്മൾ പറയില്ലേ എന്റെ കണ്ണുകളിൽ പോയിട്ടോ കണ്ടപ്പോ, അതുപോലുള്ള ചില ഒരു പ്രകടനം കൂടിയാണ് ആ ഒരു അകമ്പാതി പുറമ്പാതി പുസ്തകത്തിന്റെ കവർ ഡിസൈനിങ്ങിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ പുസ്തകം വായിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക, പ്രോത്സാഹിപ്പിക്കുക. വായനക്കാരിലേക്ക് ഇന്ന് ഈ നിയമസഭയിൽ വെച്ച് തന്നെ ഈ പുസ്തകം എത്തിക്കാൻ സാധിച്ചതിൽ എന്റെ സന്തോഷം അറിയിച്ചു കൊള്ളുന്നു. അതിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.